നമ്മൾ മൊബൈലിൽ നിന്നും ഒരുപാട് വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നവരാണ്. ചില സമയത്തൊക്കെ നമ്മൾ തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ അതേ ടൈപ്പുള്ള വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് നമ്മൾ ഇതാണ് എന്ന് കരുതി നമ്മൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റകളൊക്കെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഏത് വെബ്സൈറ്റിലാണോ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വെബ്സൈറ്റ് അല്ലാതെ വേറൊരു സൈറ്റിലേക്കും പോകാതിരിക്കാൻ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്കൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ മതി. ഇന്ന് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു സെറ്റിങ്സിൽ മാറ്റം വരുത്തുക. എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുക. നമുക്കതിനായിട്ട് നമ്മുടെ മൊബൈലിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴെയായിട്ട് ഇവിടെ യൂസ് സെക്യൂർ DNS എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ഇത് ഓഫിലാണെങ്കിൽ നിങ്ങളിത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള യൂസ് യുവർ കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്ന ഭാഗത്തായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഉണ്ടാകുക. അതിൽ നിന്ന് നിങ്ങൾ മാറ്റി ചൂസ് അനദർ പ്രൊവൈഡർ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റിക്കൊടുക്കുക. മാറ്റിക്കൊടുത്ത ഉടനെ തന്നെ ഇവിടെ കസ്റ്റമൈസ്ഡ് എന്ന ഭാഗത്ത് വലതുവശത്ത് ഒരു ഏരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 4-5 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കസ്റ്റമൈസ്ഡ് എന്നും അതുപോലെ തന്നെ ഗൂഗിൾ പബ്ലിക് DNS എന്നും അതുപോലെ തന്നെ ക്ലൗഡ് ഫെയർ 1.1.1.1 എന്നും അതുപോലെ തന്നെ ക്ലീൻ ബ്രൗസിംഗ് ഫാമിലി ഫിൽറ്റർ എന്നും ഓപ്പൺ DNS എന്നും 4-5 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും മൂന്നാമത്തെ അതായത് ക്ലൗഡ് ഫ്ലെയർ 1.1.1 എന്ന ഈ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ ബാക്ക് വന്ന് നിങ്ങൾ ഏത് വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് അല്ലാതെ തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കുന്നത് തന്നെ അതായത് അത് ഓപ്പൺ ആകുന്നത് തന്നെ ഗൂഗിൾ ക്രോം തടയുന്നതായിരിക്കും. DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ നെയിം സെർവർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതായത് മറ്റൊരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് തടയുന്ന ഒരു ഓപ്ഷനാണ് ഗൂഗിൾ ക്രോമിൽ ഇത് ഈ ഒരു സെറ്റിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ സെറ്റിങ്സിൽ മാറ്റം വരുത്തുക. എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുക. ഗൂഗിൾ ക്രോം വഴിയായാലും ഗൂഗിൾ വഴിയായാലും നിങ്ങൾ ഏത് വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോഴും വളരെ സെക്യൂറായിട്ട് നിങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിലുള്ള ഡാറ്റകളൊക്കെ നിങ്ങൾക്ക് സുരക്ഷിതമായി വെക്കുവാനും സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.